നിങ്ങൾ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവരാണോ? അത് ആസ്വദിച്ച് ചെയ്യുന്നവരാണോ? സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ വാ പോരെ, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അതിനുവേണ്ടി ഈ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ വരും. അതിൽ ഓൾ പ്രസ് ചെയ്താൽ കൂടി ഇനി നമുക്ക് എല്ലാ വീഡിയോസും കിട്ടും. ഇത് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോസ് മിസ്സായി പോവാതിരിക്കാനാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോസ്, അതായത് സ്റ്റിച്ചിങ് പഠിച്ച് വീട്ടിലിരിക്കുന്നവരുണ്ടാവും, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒത്തിരി ആളുകളുണ്ടാവും. ഞാൻ ചെയ്താൽ ശരിയാകുമോ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. പിന്നെ ചിലർക്ക് ചില ഐഡിയകളുണ്ടാവും, അത് പരീക്ഷിക്കണമെന്നുണ്ടാവും. സ്റ്റിച്ചിങ് കുറച്ചെങ്കിലും അറിയാമെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ തയ്ച്ചെടുക്കാം. അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം, അറിയേണ്ടതായ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ലേഡീസ് ആൻഡ് കിഡ്സ് സ്റ്റിച്ചിങ് ഓൺലി. ഇന്നിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. എങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. തുടർന്നുള്ള വീഡിയോസിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് സ്റ്റിച്ചിങ്ങിന് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ തുണി കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു കത്രികയാണ്. കത്രികയും ഒരു ടേപ്പും ചോക്കും ഉണ്ടെങ്കിൽ തുണി നമുക്ക് കട്ട് ചെയ്യാം, നമ്മുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇത് മൂന്നും. ഓക്കെ, ഇനി കുറച്ച് ഈ സ്റ്റിച്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതായത് സ്റ്റിച്ചിങ്ങിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ടൈലറിങ് മെഷീനും ത്രെഡ്സുമാണ്, പല കളറിലുള്ള. ഇത് ക്വാളിറ്റിയുള്ള ത്രെഡ് നോക്കി വാങ്ങിക്കണം, കട്ടിയുള്ളത്, അല്ലെങ്കിൽ നൂല് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി സ്റ്റിച്ചിങ് വൃത്തിയായിട്ടിരിക്കാൻ, പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, ആ സ്റ്റിച്ചിങ് പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്, അതൊക്കെ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഇത് കണ്ടോ, നീഡിൽ ത്രെഡർ. പേരായിട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് നമ്മുടെ സൂചിയിൽ നൂല് കോർക്കാനായിട്ട് കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാനായിട്ടാണ്. ഇതിലേക്ക് നൂല് കോർത്തിട്ട് സൂചിയുടെ ആ ഹോളിൽ കൂടി നമ്മളിത് കടത്തിയിട്ട് നൂല് വലിച്ചെടുത്തിട്ട് ഇത് മാറ്റും. അങ്ങനെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ ഒരു സംഭവമാണ്. പിന്നെ ഇത് നീഡിൽ കിറ്റ്, ഹെമ്മിങ് സൂചി. നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെയും നമ്മുടെ ആവശ്യത്തിൻ്റെയും അനുസരിച്ച് ഉപയോഗിക്കാവുന്ന പല സൈസിലുള്ള നീഡിൽസ് ഉണ്ട്. ടൈലറിങ് മെഷീനിൽ ഓൾറെഡി നീഡിലുണ്ടാകും. ഇത് ബോബിൻ ഫില്ലർ എന്ന് പറയും. നമുക്ക് ഓൾറെഡി നമ്മുടെ മെഷീനത്തിൽ ബോബിൻ നിറയ്ക്കാനായിട്ട് നൂല് ചുറ്റാനുള്ളതുണ്ടാകും. അതില്ല എങ്കിൽ, ആ ഒരു സൗകര്യമില്ല പഴയ മെഷീനൊക്കെ ആണെങ്കിൽ, ഇത് ഉപയോഗിച്ചിട്ടാണെങ്കിലും ബോബിനിൽ നമുക്ക് നൂല് ചുറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇതാണ് ത്രെഡ് കട്ടർ. നമ്മൾ മെഷീനത്തിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എളുപ്പം നമുക്ക് ത്രെഡ് കട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഈ കത്രി എടുത്ത് ഇതുപോലെ ഇട്ട്, ഇത് വെയിറ്റ് ഉള്ളതാണല്ലോ, അങ്ങനെ കട്ട് ചെയ്യാതെ എളുപ്പത്തിൽ നമുക്ക് നൂല് കട്ട് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കും. ഇതാണ് തുടക്കക്കാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയത്. കാരണം നമ്മൾ സ്റ്റിച്ച് അഴിച്ച് പല പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യേണ്ടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ സ്റ്റിച്ച് അഴിക്കാൻ എളുപ്പം ഇത് സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയാൽ മതി. ഇതിവിടെ ഒരു ബ്ലേഡാണ്, ഈ റെഡ് ബോൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പെട്ടെന്ന് ആ ത്രെഡ് കട്ടായി നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ പറ്റും. ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയട്ടെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ അത് പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോവുക. അപ്പോഴാണ് നമുക്ക് വൃത്തിയായിട്ട് നല്ല ഒരു കംഫർട്ടബിളായിട്ട് ആ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ. ഇത് ട്രേസിങ് വീല്. ഇത് അത്ര അത്യാവശ്യമൊന്നുമില്ല, എന്നാലും നമുക്ക് നമ്മൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് താഴെയുള്ള തുണികളിലേക്ക് കൂടി ഇത് വെച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ മതി. താഴെയുള്ള തുണികളിലേക്ക് കൂടി ആ പാട് വരുത്തിയെടുക്കാൻ അളവ് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനുപയോഗിക്കുന്ന ട്രേസിങ് വീല്. പിന്നെ ഫ്രഞ്ച് കർവ്. ഇതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഇത് പല ടൈപ്പ് കിട്ടും കേട്ടോ. ഇത് നമ്മൾ നെക്കിന് ഷേപ്പ് വരുത്താനും
അതുപോലെ കൈയുടെ ആ കൈക്കുഴി ഭാഗം ഉണ്ടല്ലോ, അത് ഷേപ്പ് വരുത്താനുമായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നെക്കിൽ പല ഷേപ്പ് വരുത്താം നമുക്ക്. ഇതിൻ്റെ ഈ കൂർത്തിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ട് നെക്കിന് ഷേപ്പ് വരുത്താം. ബോട്ട് നെക്ക് ചെയ്യാനായിട്ട് ഈ ഭാഗം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അങ്ങനെ ഇതുകൊണ്ട് കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് എളുപ്പം നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ടും ഷേപ്പുകൾ വരുത്താനായിട്ടും ഇത് ഉപയോഗിക്കാം. ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. ഇനിയും നമുക്ക് കൂടുതൽ ഐറ്റംസ് പരിചയപ്പെടാനുണ്ട്, സ്റ്റിച്ചിങ്ങിനെ കൂടുതൽ അടുത്തറിയാനുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോ മുതലാകാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ ആ സബ്സ്ക്രിപ്ഷൻ പാഴായി പോയില്ലാന്ന് ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.